തൈക്കാട് പോലീസ് ഗ്രൗണ്ടിന്റെ മുന്നിലിരുന്ന് കടല കുറിക്കുമ്പോഴാണ് ആകാശത്ത് ചിമ്മിനി വിളക്ക് കത്തിച്ച പോലൊരു പ്രകാശം കണ്ടത്. സ്റ്റാർ തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ ഇത്രനാളും തിരുവനന്തപുരത്ത് താമസിച്ചിട്ടും തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത്. അന്ന് പിന്നെ ഇപ്പം തന്നെ പോയേക്കാന്ന് വിചാരിച്ച് കനകക്കുന്ന് മ്യൂസിയത്തിന് മുൻപിലുള്ള ഒബ്സർവേറ്ററി ഹില്ലിൽ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ അതാ ഗേറ്റ് തുറന്നിട്ടുണ്ട്. വൈകുന്നേരമാണ്. പക്ഷേ വൈകുന്നേരങ്ങളിലാണ് നമുക്ക് കാണാനുള്ള കാഴ്ചയുള്ളതെന്നുള്ളത് കൊണ്ട് നമ്മൾ അകത്ത് കയറി. നേരത്തെ പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കില്ല, അതല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ഡേ ആയിരിക്കില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഭാഗ്യമുണ്ട്. വന്നപ്പോൾ ഇതെല്ലാം വർക്കിംഗ് ആണ്. നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്ക്. ആ ടിക്കറ്റുമായിട്ട് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് പോകണം. അവിടെയാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ. നല്ല രസകരമായ കാഴ്ചകളാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് കേരള സർവകലാശാലയുടെ കീഴിലുള്ളതാണ്. മോട്ടോറൈസ്ഡ് ഡോം എന്ന് പറയുന്ന ഒരു സംഭവം മുകളിലുണ്ട്. അതിനകത്ത് കയറിയാണ് സാധാരണ കാഴ്ചകൾ കാണാറുള്ളത്. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് 6:30 തൊട്ട് 8:30 വരെയാണ്. പൊതു അവധി ദിവസങ്ങൾ ഞായറാഴ്ച, 2ാം ശനി എന്നിവ അവധിയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഇടനാഴിയുടെ അറ്റത്ത് ഒരു ചുറ്റുകോവണിയുണ്ട്. ആ ചുറ്റുകോവണി കയറി നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോകും. അവിടെ ടെറസിലെത്തിയാലും ഒരു ചുറ്റുകോവണിയുണ്ട്. ആ ചുറ്റുകോവണിയിൽ കയറിയിട്ട് വേണം ടെലസ്കോപ്പ് ഇരിക്കുന്ന ടെറസിലെത്താൻ. പേടിയുണ്ടാ? ഇതളും ജോണും ഓൾറെഡി അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞാനാണ് കയറേണ്ടതുള്ളത്. രസമാണ് ഇങ്ങനെ ചുറ്റുകോവണിയിൽ കയറി പോവാൻ. ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാം. കുന്നിനപ്പുറത്തുള്ള കാഴ്ചകൾ രസമാണ്. ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. ഞാൻ വിചാരിച്ചത് ആരുമില്ല, ഞങ്ങൾ 2 പേരും മകളും മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ ഡോമിൻ്റെ അകത്തല്ല നമ്മളിത് കാണുന്നത്. ടെലസ്കോപ്പ് പുറത്താണ് ഇരിക്കണേ. ഒത്തിരി പേര് കാഴ്ചകൾ കാണാൻ വന്നിട്ടുണ്ട്. ചന്ദ്രന് നല്ല ശോഭയുണ്ട്, അതുകൊണ്ട് നല്ല പ്രകാശമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് സ്റ്റാറുകളെ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചന്ദ്രൻ്റെ പ്രകാശം കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മുടെ കാഴ്ചയ്ക്ക് കുറച്ചൊരു മങ്ങലുണ്ടാവും, എന്നാലും കാണാൻ കഴിയും. ഈ ടെലസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നയാൾ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ജൂപ്പിറ്ററിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ജൂപ്പിറ്ററാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ നോക്കിയ ഉടനെ എനിക്ക് തോന്നി ഇത് ചന്ദ്രനാണല്ലോ എന്ന് തോന്നി. ആ ഒരു മനസ്സിലാണ് അത് കണ്ടത്. അതുകൊണ്ട് ചുറ്റുമുള്ള ഒരു വലയം ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ചന്ദ്രനെ കണ്ടത് കിടിലായിരുന്നു കേട്ടോ. ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള ആ കുഴികളും ആ ഗർത്തങ്ങളും എല്ലാം രസമായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതിങ്ങനെ മുകളിൽ കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷേ ടെലസ്കോപ്പോടെ കാണുമ്പോൾ ഉള്ള കാഴ്ച വളരെ മനോഹരമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് ആ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ കഴിയില്ല. കാരണം മൊബൈലിൽ കൂടെ ഇതിൻ്റെ ടെലസ്കോപ്പിൻ്റെ കണ്ണിലിരിക്കുന്ന കാഴ്ച കാണിച്ചു തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മൾ തിരുവാതിര നക്ഷത്രത്തിനെ കണ്ടു. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ലൈറ്റ് കണ്ടു. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 497 പ്രകാശവർഷങ്ങൾക്കപ്പുറം നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 497 പ്രകാശവർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട വെളിച്ചമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരുവാതിര നക്ഷത്രം ഏതാണ്ട് കത്തിത്തീരാറായി. തീർന്നിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരുവാതിര നക്ഷത്രം എവിടെ പോയി? ഇപ്പോഴും തിരുവാതിര നക്ഷത്രത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയില്ലേ. നമ്മുടെ നിത്യജീവിതത്തിൽ പലരും, വിശ്വാസികളായ പലരും പറയില്ലേ, ആ തിരുവാതിര നക്ഷത്രം അവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കാണുന്നതാണ് വീനസ്, ശുക്രൻ എന്ന ഗ്രഹം. അത് നമ്മൾ കണ്ടത് എങ്ങനെയാണെന്നറിയോ? ശരിക്കും ഒരു അമ്പളിക്കല. ഇപ്പം കാണുന്നതാണ് സിറിയസ് നക്ഷത്രം. സിറിയസ് എന്ന് പറഞ്ഞാൽ 8 പ്രകാശവർഷം ദൂരെയുള്ളൊരു നക്ഷത്രമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ പ്രകാശം ഏതാണ്ട് 9 ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ്. ഏതാണ്ട് കണക്കാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ 8 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇത് എത്ര കിലോമീറ്റർ ദൂരെയാണ് സിറിയസ് എന്ന് പറഞ്ഞ നക്ഷത്രം നിൽക്കുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രകാശം കൂടിയ നക്ഷത്രമാണിത്. എൻ്റെ കുഞ്ഞുമോള് ജനിച്ച കാലത്ത് പുറപ്പെട്ട ലൈറ്റാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ഏറ്റവും ചുരുക്കം പറഞ്ഞാലുള്ളത്. നേരത്തെ ചിമ്മിനിയുടെ പ്രകാശം പോലെ ഒരു കളറ് കണ്ടില്ലേ? അതാണ് നമ്മുടെ മാർസ്, ചൊവ്വ.
ഒപ്പം നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം കാണിച്ചു തന്നു. നല്ല രസമായിരുന്നു. ചിത്രങ്ങളിലുള്ളതുപോലെ വാരിയെറിഞ്ഞ് നക്ഷത്രങ്ങൾ ആകാശത്ത് കിടക്കുന്ന ചിത്രം കണ്ടിട്ടില്ലേ, അതുപോലെ നക്ഷത്രക്കൂട്ടങ്ങൾ കണ്ടു. ഒപ്പം ഒരു നെബ്യൂല കാണിച്ചു തന്നു. നെബ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നക്ഷത്രങ്ങൾ ജനിക്കുന്നത്, അതായത് നക്ഷത്ര കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുന്ന ഇടം. അതും നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്ത് ഒരു സൺ ഡയലുണ്ട്, അതായത് സൂര്യഘടികാരം. അത് പക്ഷേ സൂര്യൻ്റെ ലൈറ്റ് ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് നമുക്കത് വിശദമായിട്ട് കാണിച്ചു തരാൻ കഴിയില്ല. അങ്ങനെ രസകരമായ കാഴ്ചയായിരുന്നു. എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ നിങ്ങൾ സമയം നോക്കി ആകാശത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പോയി കാണണം. മക്കളുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കണ്ണിലൂടെ കാണുന്ന കാഴ്ചയല്ല ആകാശത്തിൻ്റേത്, ടെലസ്കോപ്പിലൂടെ കാണുമ്പോൾ എന്നുള്ളത് മനസ്സിലാക്കണം. രസകരമായ ഈ കാഴ്ച കാണാൻ എപ്പോഴെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇതിൻ്റെ താഴെ എഴുതണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.